സോൾ ഫോർ സ്ക്രിപ്ചേഴ്സ് എവറിഡേയിലേക്ക് എല്ലാ പ്രിയ സഹോദരീ സഹോദരന്മാർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ അവസാന അധ്യായത്തിലേക്കാണ്, 50-ാം അധ്യായത്തിലേക്ക്. ഒരു പുസ്തകത്തിന്റെ അവസാനം. അതെ, ഒരു പുസ്തകത്തിന്റെ അവസാനമാണെങ്കിലും ഒരു വലിയ വാഗ്ദാനത്തിന്റെ തുടക്കമാണത്. യാക്കോബിന്റെ മരണശേഷം വരുന്നൊരു ഭയം, അതിനെ അതിജീവിക്കുന്ന ക്ഷമ, പിന്നെ മരണത്തിനപ്പുറത്തേക്ക് നോക്കുന്ന വിശ്വാസം. ശരിക്കും പറഞ്ഞാൽ വളരെ ശക്തമായൊരു ഭാഗമാണിത്. തീർച്ചയായും. യാക്കോബിന്റെ മരണത്തോടെ ആ കുടുംബത്തിൽ വീണ്ടും പഴയ മുറിവുകളൊക്കെ ഉണങ്ങുമോ എന്നൊരു പേടി വരികയാണ്. അതായത് അച്ഛന്റെ ആ ഒരു സംരക്ഷണമില്ലാതെ ജോസഫ് തങ്ങളോട് പ്രതികാരം ചെയ്യുമോ എന്ന് സഹോദരന്മാർ പേടിക്കുന്നു. ആ ഒരു ഭയത്തിൽ നിന്നാണ് ശരിക്കും ഈ അധ്യായത്തിലെ ഏറ്റവും നിർണായകമായ ചില നിമിഷങ്ങളുണ്ടാകുന്നത്. ഇപ്പോൾ യാക്കോബിന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ ഗംഭീരമായി കഴിഞ്ഞ് കുടുംബം ഗോഷാനിലേക്ക് മടങ്ങിയെത്തുന്നു. പക്ഷെ അവിടെ സമാധാനമായിരുന്നില്ല, അല്ലേ? അല്ല. സഹോദരന്മാർ ആ ഭയം കൊണ്ട് പരസ്പരം പിറുപിറുക്കാൻ തുടങ്ങി. ജോസഫ് ഇപ്പോഴും പക മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിലോ? നമ്മൾ അവനോട് ചെയ്ത ആ ക്രൂരതയ്ക്ക് അവൻ പകരം വീട്ടിയാലോ എന്നൊക്കെയുള്ള ചിന്തകൾ. ആ പേടിയിൽ നിന്നാണ് അവരൊരു പ്ലാൻ ഉണ്ടാക്കുന്നത്. അവർ ജോസഫിനൊരു മെസ്സേജ് അയക്കുകയാണ്. അതും മരിക്കുന്നതിനു മുൻപ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അതെ, നിന്റെ സഹോദരന്മാർ നിന്നോട് ചെയ്ത ദ്രോഹവും പാപവും ക്ഷമിക്കണമെന്ന് ജോസഫിനോട് പറയുക എന്ന്. അതിനുശേഷം അവർ നേരിട്ടെത്തി ജോസഫിന്റെ കാൽക്കൽ വീണു. പണ്ട് അവൻ കണ്ട ആ സ്വപ്നം പോലെ തന്നെ. അതെ, ഇതാ ഞങ്ങൾ അങ്ങയുടെ ദാസന്മാർ എന്ന് പറഞ്ഞവർ യാചിക്കുകയാണ്. ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. ജോസഫ് കരയുകയാണ്. ദേഷ്യം കൊണ്ടല്ല. അല്ല, അവരുടെ ആ ഭയത്തിന്റെ ആഴം കണ്ടിട്ട്, ആ പഴയ മുറിവുകളുടെ ഓർമ്മയിൽ, ആ ഒരു അനുരഞ്ജനത്തിന്റെ ആർദ്രതയിൽ അവൻ കരഞ്ഞുപോയി. ആ നിമിഷത്തിൽ ജോസഫ് പറയുന്ന വാക്കുകൾ അത് നൂറ്റാണ്ടുകളായി മാറ്റൊലിക്കുന്ന ഒന്നാണ്. എന്താണത്? ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ എന്നവൻ ചോദിക്കുന്നു. നിങ്ങൾ എനിക്കെതിരെ തിന്മ വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തെ ജീവനോടെ രക്ഷിപ്പാൻ തക്കവണ്ണം അതിനെ നന്മയ്ക്കായി വിചാരിച്ചു. എന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുന്നു. അതെ, ആകയാൽ ഭയപ്പെടേണ്ട, ഞാനും നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോഷിപ്പിക്കും എന്നു പറഞ്ഞ് അവരോട് വളരെ ദയയോടെ സംസാരിച്ചു. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെന്ന് പറയുന്നത് അതിതാണ്. യഥാർത്ഥ ക്ഷമ വരുന്നത് ദൈവത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ്. പ്രതികാരം ചെയ്യേണ്ടത് താനല്ല, അത് ദൈവത്തിനു മാത്രമുള്ളതാണെന്ന് ജോസഫിന് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ട് അവനൊരു ന്യായാധിപനായില്ല. ശരിയാണ്. നമുക്കെതിരെ ഒരു തിന്മയുണ്ടാകുമ്പോൾ എല്ലാത്തിനും മുകളിലൊരു ദൈവമുണ്ട്, അവിടുന്നാണ് പരമാധികാരി എന്ന് മനസ്സിലാക്കിയാൽ നമുക്കും ക്ഷമിക്കാൻ പറ്റും. അതെ. അപ്പോൾ ഇതിലെല്ലാമുള്ള ഒരു ആന്തരിക അർത്ഥം എന്താണ്? കാരണം സഹോദരന്മാരുടെ പ്രവൃത്തി തികച്ചും തിന്മ നിറഞ്ഞതായിരുന്നു. അസൂയ, വഞ്ചന, ക്രൂരത. തീർച്ചയായും. എന്നാൽ ദൈവം അതിലെപ്പോലും വലിയൊരു നന്മയ്ക്കായി ഉപയോഗിച്ചു, ഒരു ജനതയുടെ രക്ഷയ്ക്കായി. ശരിയാണ്. ക്ഷാമകാലത്ത് ജീവൻ നിലനിർത്താനും വാഗ്ദത്തം ചെയ്യപ്പെട്ട ഒരു കുടുംബത്തെ സംരക്ഷിക്കാനും ദൈവം ആ തിന്മയെ ഒരു വഴിയാക്കി മാറ്റി. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് വലിയൊരു സത്യമാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന പോലും ദൈവത്തിന്റെ പദ്ധതിയിൽ പാഴായി പോകുന്നില്ല എന്ന വലിയ സത്യം. വർഷങ്ങൾ അങ്ങനെ കടന്നുപോകുന്നു. ജോസഫ് 110 വയസ്സുവരെ ജീവിക്കുന്നു. തന്റെ പേരക്കുട്ടികളുടെ മക്കളെ വരെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. അതെ. പക്ഷെ മരണസമയത്ത് അവൻ തന്റെ സഹോദരന്മാരെ വിളിച്ചുകൂട്ടി ഒരു വലിയ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. എന്താണത്? അവൻ പറയുന്നു, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്തുനിന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യും. അതോടൊപ്പം അവൻ അവരെക്കൊണ്ട് ഒരു സത്യം ചെയ്യിക്കുന്നുണ്ട്. ഉണ്ട്. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എന്റെ അസ്ഥികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അതിനുശേഷം ജോസഫ് മരിക്കുന്നു. അവർ അവനെ എംബാം ചെയ്ത് ഈജിപ്തിൽ ഒരു ശവപ്പെട്ടിയിൽ അടക്കുന്നു. ജീവിതകാലത്ത് പൂർത്തിയാകാത്ത, എന്നാൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു വാഗ്ദത്തം പോലെ ആ ശവപ്പെട്ടി അവിടെയിരുന്നു. ഇതാണ് വിശ്വാസത്തിന്റെ മറ്റൊരു തലമല്ലേ? അതെ. ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് ഈജിപ്തിലെ ഒരു വിജയത്തിലല്ല, മറിച്ച് ഒരു ശവപ്പെട്ടിയിലാണ്. അത് വാഗ്ദാനത്തിനും അതിന്റെ പൂർത്തീകരണത്തിനും ഇടയിൽ ജീവിക്കുന്നതിന്റെ ഒരു ചിത്രമാണ്. അതെ. ദൈവം നമ്മെ സന്ദർശിക്കും, വിടുവിക്കും എന്നൊക്കെയുള്ള ഒരു ഉറച്ച വിശ്വാസമാണത്. ജോസഫിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് ഇവിടത്തെ സുഖസൗകര്യങ്ങളല്ല, മറിച്ച് വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ദൈവത്തോടുള്ള വിശ്വസ്തതയാണ്. ഇവിടെയാണ് കഥ യഥാർത്ഥത്തിൽ പൂർണ്ണമാവുന്നത്.
ഈ സംഭവം നമ്മെ നേരെ യേശുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. യേശു ജോസഫിനേക്കാൾ വലിയവനാണ് എന്ന അർത്ഥത്തിൽ. പോലെ യേശു കല്ലറയിലൊതുങ്ങിയില്ല. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. അതെ, അവിടുന്ന് നമ്മെയും സന്ദർശിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഒരു നാൾ അവൻ നമ്മെയും വീട്ടിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ അസ്ഥികളെ ഒരു പെട്ടിയിലല്ല, അല്ല, മറിച്ച് നമ്മുടെ പൂർണ്ണ ശരീരത്തോടെ എല്ലാ കണ്ണുനീരും തുടച്ചു മാറ്റപ്പെടുന്ന ആ വാഗ്ദത്ത നാട്ടിലേക്ക്. യേശുവിൽ തിന്മ പരാജയപ്പെടുന്നു, ക്ഷമ പൂർത്തിയാകുന്നു, പ്രത്യാശ എന്നേക്കും ജീവിക്കുന്നു. അതെ. അപ്പോ ഉൽപ്പത്തി 50-ാം അധ്യായം ഒരു അവസാനമല്ല. അല്ല, അതൊരു പാഠമാണ്. ദൈവത്തിന്റെ പരമാധികാരത്തെക്കുറിച്ചും ക്ഷമയുടെ വീണ്ടെടുപ്പു ശക്തിയെക്കുറിച്ചും ഭാവിയിലെ വാഗ്ദാനത്തിൽ മുറുകെ പിടിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള ഒരു പാഠം. ഈജിപ്തിലെ ജോസഫിന്റെ ആ ശവപ്പെട്ടി അന്യദേശത്ത് നട്ട ഒരു പ്രത്യാശയുടെ വിത്തായിരുന്നു. അതെ, ദൈവത്തിന്റെ വാഗ്ദാനം അതിനെ വളർത്താനായി കാത്തിരുന്നൊരു വിത്ത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ശവപ്പെട്ടിയിലാണ് നിങ്ങൾ ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ ആ വിത്ത് കാണുന്നത്? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിന്മയുടെ ലക്ഷ്യങ്ങളെ വീണ്ടെടുപ്പിന്റെ നന്മയാക്കി മാറ്റുന്ന ദൈവമേ, അങ്ങേക്ക് നന്ദി. അന്യദേശത്തടക്കപ്പെട്ടപ്പോഴും കരയുകയും ക്ഷമിക്കുകയും അങ്ങയുടെ പരമാധികാര കരങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്ത ജോസഫിന്റെ മാതൃകയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഭയം അങ്ങയുടെ നന്മയെ സംശയിക്കാനിടയാക്കുമ്പോഴും പഴയ മുറിവുകൾ കൃപ തടഞ്ഞുവെക്കാൻ പ്രേരിപ്പിക്കുമ്പോഴും ഒരു വേദനയും അങ്ങയുടെ ഉദ്ദേശങ്ങൾക്കപ്പുറമല്ലെന്ന് ഞങ്ങൾ മറന്നുപോകുമ്പോഴും ഞങ്ങളോട് ക്ഷമിക്കണമേ. വഞ്ചനയുടെ മുറിവുകൾ പേരുന്നവർക്കും പഴയ പാപങ്ങളാൽ തകർന്ന കുടുംബങ്ങൾക്കും പ്രതികാരത്തെ ഭയപ്പെടുന്ന ഹൃദയങ്ങൾക്കും ജോസഫിനേതുപോലുള്ള ആശ്വാസം നൽകണമേ. മറ്റുള്ളവർ ദോഷത്തിനായി കരുതിയത് അങ്ങ് ജീവനുവേണ്ടി, രക്ഷയ്ക്കുവേണ്ടി, നിത്യമായി ജീവൻ നിലനിർത്തപ്പെടുന്ന അനേകർക്കു വേണ്ടി കരുതി എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. ഞങ്ങളുടെ കഥ ഒരു ശവപ്പെട്ടിയിൽ അവസാനിക്കുന്നില്ല എന്നതിനായി നന്ദി. അങ്ങയുടെ ജനത്തെ സന്ദർശിക്കുന്നു. അങ്ങ് എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കുന്നു. അങ്ങ് ഞങ്ങളെ പ്രവാസത്തിൽ നിന്ന് ക്രിസ്തുവിലൂടെ വാഗ്ദത്തം ചെയ്ത നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. വിശ്വസ്തയോടെ ജീവിക്കാനും സ്വതന്ത്രമായി ക്ഷമിക്കാനും രക്ഷിക്കാനായി മരിക്കുകയും വിടുവിക്കാനായി ഉയർക്കുകയും ചെയ്തവനിലേക്ക് എപ്പോഴും വിരൽ ചൂണ്ടാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ രക്ഷകനായി തീർന്ന ഒറ്റിക്കൊടുക്കപ്പെട്ട പുത്രനും എല്ലാ കുരിശിനെയും ഉയിർപ്പിന്റെ പ്രത്യാശയാക്കി മാറ്റുന്നവനും ഒരുനാൾ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നവനുമായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ.